ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്ക് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്ന് ഫോണിൽ കൂടെയും വിളിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഇനിയും പ്രോത്സാഹിപ്പിക്കുക. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഫസ്റ്റ് അതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനിയും കിട്ടണം. നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനുള്ളതാണ്. സോ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് കേട്ടോ. അത് റാഗി കൊണ്ടുള്ള ഒരു കൊഴുക്കട്ട. അത് പ്രായമായവർക്ക് എല്ലാവർക്കും കഴിക്കാം. എസ്പെഷ്യലി വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. നമുക്കെന്നാൽ വരും വീഡിയോയിലേക്ക് പോകാം. ഈ റാഗി കൊഴുക്കട്ട ഉണ്ടാക്കാനായി ഞാനൊരു 3 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. റാഗി എടുത്ത ശേഷം അതിനെ നല്ലോണം കഴുകണം, അരിക്കണം. അതിൽ കല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും കല്ലുണ്ടാവും. നല്ലോണം ഒന്ന് അരിച്ചിട്ട് അതിനെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക്. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു സ്പൂൺ കടുക്, കടലപ്പരിപ്പ്, പിന്നെ അതിലേക്ക് ഉഴുന്ന് പരിപ്പ്, കുറച്ച് ജീരകം, പിന്നെ അതിലേക്ക് കാഷ്യൂനട്ട്, മുന്തിരിപ്പരിപ്പ്. ഇവിടെ പിന്നെ ആർക്കും അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കാഷ്യൂനട്ട് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിപ്പരിപ്പ് ഇടാം കേട്ടോ. പിന്നെ അതിലേക്ക് നല്ലോണം കുനുകുനേന്ന് മുറിച്ച ഉള്ളി, അതിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റുക. ഓക്കെ, നന്നായിട്ട് വഴണം കേട്ടോ. വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടില്ലേ റാഗി, അതിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. സോ പൊടി കലക്കണവർക്ക്, പൊടി എടുത്തിട്ട് കലക്കി ചെയ്യണവർക്ക് ഈ സമയത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ആ പൊടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ സമയത്ത്. ഓക്കെ, എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. അതായത് നമ്മൾ കുറച്ച് നേരം ഈ ഉപ്മാവൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ കുറച്ച് നേരം ഇതിനെ ഒന്ന് ഇളക്കേണ്ടി വരും. ഇളക്കി കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി, നമ്മൾ കുട്ടികൾക്കും കുറുക്ക് കൊടുക്കുമല്ലോ, അത് പിന്നെ അരിച്ചെടുത്തിട്ടാണ് ചെയ്യുക. ഇത് പിന്നെ നമ്മൾ നന്നായി അരയ്ക്കണ കൊണ്ട് കുഴപ്പമില്ല, അത് നല്ലോണം തിക്കായി കിട്ടും. തിക്കായി കിട്ടിയ ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടാൻ കിട്ടുന്നുണ്ടോയെന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ. കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഉരുട്ടിയെടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളം തൊട്ടാലും മതി, നന്നായിട്ട് വരും അത് കേട്ടോ. തേച്ചിട്ട് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് ഉരുട്ടലൊക്കെ നിങ്ങളുടെ വിഷിനനുസരിച്ച് ചെയ്യുക കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിതൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയത് കൊണ്ടാണ് അതിനെ അമ്മിണിക്കൊഴുക്കട്ട എന്ന് പറയുന്നത്, കുഞ്ഞായിരിക്കണതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കി ഉരുട്ടാം. അവരവരുടെ സൗകര്യം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി എടുത്തു കഴിഞ്ഞ് അതിനെ ഒന്ന് ആവി കയറ്റാൻ വയ്ക്കുക കേട്ടോ. നമ്മൾ ആൾറെഡി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തത് കൊണ്ട് അത് വേഗം വേവും. ഒരുപാട് സമയമൊന്നും ആവില്ല കേട്ടോ. സോ നല്ല രസമില്ലേ കാണാൻ ഇത്. അതുപോലെ കഴിക്കാനും തന്നെ കേട്ടോ. അത് സ്പൈസസ് ഒക്കെ ഇടുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മളതിനെ നാളികേരം വെച്ചിട്ട്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടവർക്ക് ചെയ്യാം. നാളികേരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. നാളികേരത്തിലിട്ട് അതിലെ ഒന്ന് പുരട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ഇല്ല, കുറച്ച് ഇത് ചൂടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒന്നിച്ചെടുത്തിട്ട് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റാഗി കൊഴുക്കട്ട തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കുറച്ച് പ്ലെയിൻ ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ 2 തരത്തിലാണ് ഉണ്ടാക്കണം കേട്ടോ. സോ ഇത് പ്ലെയിൻ ഉണ്ട്. പ്ലെയിനിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഒരു പാനിൽ എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ ഒഴിച്ച ശേഷം നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് എരിവിന് ആവശ്യം പോലെ നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. ഇട്ട ശേഷം അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് എള്ള് ഇടുന്നുണ്ട് കേട്ടോ. അതൊന്ന് വൈറ്റാണ് ഇടണം, ബിക്കോസ് റാഗി കറുപ്പല്ലേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അത് ഇട്ടോളൂ. അപ്പോൾ അതൊക്കെ എല്ലാം നല്ല മൂത്ത് എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ പ്ലെയിൻ റാഗി കൊഴുക്കട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഇതൊരു വേറെ ഒരു ടേസ്റ്റാണ്.
പിന്നെ അത് നിങ്ങളുടെ ചോയ്സസിന് എന്ത് മിക്സ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ സോസ് വേണ്ടവർക്ക് സോസ് ഒഴിക്കാം. പക്ഷേ എങ്ങനെ ചെയ്താലും നമുക്ക് കഴിക്കാൻ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സോ ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കൂ, കമൻസൊക്കെ അറിയിക്കൂ കേട്ടോ. ഹാപ്പി കുക്കിംഗ്.